കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങി. പക്ഷേ പോലീസുകാർ ഇവനിൽ നിന്നും എന്താണ് കേൾക്കുമെന്ന് പ്രതീക്ഷിച്ചത് അതിലപ്പുറമായിരുന്നു പിന്നെ പറഞ്ഞ കാര്യങ്ങളും. അങ്ങനെ ഇവൻ കൺഫസ് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം എന്താണ് നമുക്ക് സംഭവിച്ചെന്നുള്ളത്. ആ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഇവനെ കാണാനായിട്ട് അവൾ ലാറ്ററൽ പാർക്കിലേക്ക് വരികയാണ്. അവിടെ വെച്ചിട്ട് അവൾ സാമിന്റെ കാറിലേക്ക് കയറുന്നു. അവിടെ എങ്ങനെ ഇവര് കണ്ടുമുട്ടിയെന്ന് അറിയത്തില്ല. സാമിന്റെ കാറിലേക്ക് കയറുന്നു. ഇവിടെ വെച്ചിട്ട് ഇവർ ഇന്റിമേറ്റ് ആവുകയാണ്. അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇവർ തമ്മിൽ ഹ്യൂജ് ആയിട്ട് ഒരു ഫൈറ്റ് നടക്കുകയാണ്. വാക്ക് തർക്കമാകുന്നു. അതിനിടയ്ക്ക് വെച്ചിട്ട് ഇവൻ ഇവിടെ എങ്ങനെയും പുറത്താക്കണം. പക്ഷെ ഇവൾ ഒരു കാരണവശാലും കാറിൽ നിന്ന് ഇറങ്ങുന്നില്ല. അങ്ങനെ ഒരു കാരണവശാലും ഇറങ്ങാത്തപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവള് പാസഞ്ചർ സീറ്റിൽ ഇരിക്കുകയാണ്, ഇവൻ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുകയാണ്. ഇവളെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് പിടിക്കുകയാണ്, ചോക്ക് ചെയ്യാണ്, ശ്വാസം മുട്ടിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ പിടിക്കുന്നു. പക്ഷെ ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചെത്തി ഇവരെ ആ കാറിനെ പുറത്താക്കാൻ ആണ് അവൻ ശ്രമിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു സ്ക്യൂസിങ് നല്ല ടൈറ്റ് ആയിരുന്നു. പെട്ടെന്ന് ഒരു സൗണ്ട് ക്ലിക്ക് സൗണ്ട് കേൾക്കുവാണ്. അതായത് അവളുടെ കഴുത്തൊടിഞ്ഞിട്ട് അവൾ ഡാഷ് ബോർഡിലേക്ക് വീഴുകയാണ്. ഡാഷ് ബോർഡിലേക്ക് വീഴുന്നു. അങ്ങനെ ഇവൻ പേടിച്ചിട്ട് ഇവിടെ പതുക്കെ പിടിച്ച് പൊക്കുവാണ്. പൊക്കുന്ന സമയത്ത് ഏകദേശം കഴുത്തൊടിഞ്ഞാൽ ആ ഒരു രീതിയിലാണ് കിടക്കുന്നത്. പക്ഷെ ഇവർക്ക് ജീവനുണ്ട്. പിന്നെ ഇവിടെ കൊന്നാൽ മതി എന്നായി. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, വീണ്ടും അത് കണക്ക് തന്നെ ചോക്ക് ചെയ്തു, മുറുക്കി പിടിച്ചെനിക്ക് ഒരു രക്ഷയില്ല. കാരണം അവള് ചാവുന്നില്ല, ജീവനുണ്ട്. അങ്ങനെ ഇവ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവൻ അരയിൽ ബെൽറ്റ് ഊരിയതിന് ശേഷം അവളുടെ കഴുത്തിലിട്ട് മുറുക്ക് നല്ല രീതിയിൽ ടൈറ്റ് ആക്കുന്നു. അവളുടെ നാക്കെല്ലാം പുറത്തു വരുന്നു. അതെല്ലാം അവൻ പറയുന്നുണ്ട്. നാക്കെല്ലാം പുറത്തു വരുന്നു. അവളുടെ മുഖത്തിൻ്റെയൊക്കെ കളർ മാറുന്നുണ്ട്. ഒരുതരം ആഷ് കളറും ബ്ലൂ കളറും എല്ലാം ചേർന്ന് ആ ഒരു കളറാവുന്നുണ്ട്. അങ്ങനെ മുറുക്കി പിടിക്കുന്നു. പക്ഷെ എന്നിട്ടും ഇവള് ചാവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇവ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു രീതിയിൽ മരിക്കുന്നതിനാണ് കണ്ടപ്പോഴത്തേക്ക് ആ ഡോർ ഉണ്ടല്ലോ, ആ ഓപ്പോസിറ്റ് ഡോർ, പാസഞ്ചർ സൈഡിലെ ഡോറിലോട്ട് ഇവിടെ ചേർത്ത് വെച്ചിട്ട് ആ ഒരു പൊസിഷനിൽ ബെൽറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് കാല് വെച്ച് ചവിട്ടി പിടിക്കുക മീൻസ് ആ ബെൽറ്റ് പൊട്ടുന്ന അവൻ പിടിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഇവ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മരിച്ചെന്ന് ഉറപ്പായപ്പോഴത്തേക്കും ഇവൻ അവിടുന്ന് ഇവളെ എടുത്തിട്ട് സിറ്റിസൺ പാർക്കുണ്ട്, അത് കുറച്ച് അവിടുന്ന് മാറിയുള്ള ഒരു പാർക്കാണ്, അങ്ങോട്ട് ഇവിടെ കാറിൽ കൊണ്ടുപോവാണ്. അവിടെ കുറച്ച് കാട് പിടിച്ച സ്ഥലമാണ് ആ സിറ്റിസൺ പാർക്ക് എന്ന് പറയുന്നത്. ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് ആരും കാണാത്തൊരു സമയത്ത് ഇവളെ എടുത്തിട്ട് ആ കാട്ടിൽ ഉപേക്ഷിച്ചു. ഇതാണ് ഇവൻ പോലീസിന് കൊടുത്ത മൊഴി എന്ന് പറയുന്നത്. പിന്നെ ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവനൊരു മിഡിൽ സ്കൂൾ ടീച്ചറും കൂടെയാണ്. പിന്നെ ഇവനൊരു പ്രോ റെസ്ലറാണ്. അതുകൊണ്ടാണ് ഇവൻ അങ്ങനെ ഒരു പിടിക്കാൻ